പാവം കുട്ടി. ഓൾ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ശരിയാ, കണ്ടില്ലെങ്കിൽ ഇപ്പൊ പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ടാവും. ഊതണ്ട. ഓളിപ്പോ തിരിഞ്ഞു നോക്കിയില്ലേ? ഓളെ എന്നെയല്ലേ നോക്കിയത്? ആ നോട്ടത്തിലൊരു ചിരി ഉണ്ടായിരുന്നില്ലേ? ഓളുടെ കണ്ണിങ്ങോട്ടൊന്ന് പഞ്ഞില്ലേ? എടാ എന്തെങ്കിലും ഒന്ന് പറയടാ. കോടൊന്ന് കേട്ടടാ. ഗേൾസ് ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്നു. ഇന്റെ ഐഷ്യന്റെ 5 അടി ശരീരത്തിൽ 5 ഇഞ്ച് ആകെ വെളി കാണുന്നേ. അല്ലെങ്കിൽ കണ്ണൊക്കെ പോയാ മൂക്കങ്ങോട്ടാ പോയി ചേച്ചാ, ഞാൻ എന്ത് പറയാനാ? Hey, excuse me. എന്താ I've been watching you guys, okay? ഇപ്പുറത്ത് വന്നേ. ഇംഗ്ലീഷ് ഞാൻ ഈ ആയിഷാന്റെ പിന്നുള്ള നടത്തണ്ടല്ലോ, അതങ്ങ് നിർത്തിയേക്ക്. അത് പ്രശ്നമാവും. എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ ഡീൽ ചെയ്തോളാം. സാറാടെ ഇരി. ഞാനീടിരുന്നോളാം, പക്ഷെ ഇംതിയാസ് അങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇംതിയാസ്? ആരാ ഇംതിയാസ്? ഇംതിയാസ് ഐഷൻ്റെ മ്യൂസിക് ട്രൂപ്പിലെ പ്രധാന പാട്ടുകാരൻ. 4 കൊല്ലമായിട്ട് അവനോളെ പ്രേമിക്കുക. He's gonna screw you guys. സ്ക്രൂ. Surface tension is a property of the force of a liquid that allows it to resist an ന്യൂ external മെസ്സേജ്, force. ടെക്സ്റ്റ് മെസ്സേജ്, Surface tension has the dimension of force per unit length or MUTTA. energy per unit area. പോയാൻ പറ. ഒരു പാട്ടുകാരൻ ഇംതിയാസ്. ഞാനും കുറെ പാട്ടുകാരെ കണ്ടിട്ടുള്ളതാണ്. ഇവൻ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ലെന്ന്. Viscosity describes a അതുകൊണ്ട് ഇപ്പം എന്താ? അല്ല, ഒന്നുമില്ല. of a measure of fluid friction. ഈ പാട്ട് പാടുന്ന തെണ്ടികൾക്ക് സൗന്ദര്യം കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. മുൻതൂക്കം ഇന്നേക്കാളും കൂടുതൽ ഓനെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. മുസ്ലിമാണ്, പറഞ്ഞു കേട്ട് വെച്ച് കാണാൻ നല്ല മൊഞ്ചനും. പക്ഷെ അതൊന്നും പ്രശ്നടാ. Viscosity is a measure. Vinod, what is the surface tension of oil in water? Abdo, സാർ ക്വസ്റ്റ്യൻ വൺസ് ഫോർ. what is the surface tension of oil in water? സാർ ഐ വാസ് ആബ്സെന്റ് സാർ. Get out! The applied force is proportional to the area and velocity. നാലൊരു മുൻതൂക്കമുണ്ട്. ഓ മൊഞ്ചനാണ്, പോരാത്തിന് മുസ്ലിമും. The stress and velocity can be found. പക്ഷെ അതൊന്നും പ്രശ്നടാ. എന്താ? ലോഗിൻസ് റോഡിൽ ചെരുപ്പട നടത്തുന്ന ജമാലിനെ നിനക്ക് അറിഞ്ഞൂടെ? ആ, ഓൻ ഇംതിയാസിനെ പറ്റി ഒരു കാര്യം എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി കാര്യം പറയടാ. ഞാൻ പറയാം. ഇനി ടെമ്പർ തെറ്റാണ്ടിരിക്കുക. അബ്ദു, ഇനി കാര്യം പറ. ഇംതിയാസ് ഓൻ 6 പാക്കാ. ഹലോ സെറി, ഒന്ന് ഐഷയ്ക്ക് കൊടുക്കോ? ഹലോ ഐഷ, അതായത് നിങ്ങളുടെ പാട്ടുകാരനില്ലേ ഇംതിയാസ്, ഓനെക്കുറിച്ച് ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ വളരെ മോശം അഭിപ്രായം കേട്ടോ നാട്ടുകാർക്കൊക്കെ. വൃത്തികെട്ട പല സ്വഭാവങ്ങളുണ്ട് എത്രയോ ഓന്. മാത്രമല്ല ഈ മാസയിൽ വരിപ്പിക്കാൻ 6 പാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല മയക്കുമരുന്നും കുത്തിവെക്കുന്നുണ്ട് അത്രേ. ശാരീരികമായും മാനസികമായും കുഴപ്പമായ ഒരുത്തനായിട്ട് കൂട്ടുകയാണോ ഐഷ? ആയിഷൻ്റെ നന്മയെക്കരുത് ഞാനിത് പറഞ്ഞെന്ന് മാത്രം, ബാക്കി ആയിഷയ്ക്ക് തീരുമാനിക്കാം. ഈ നായന്മാരെ പൊതുവെ ഇങ്ങനെയാണോ? ഞാൻ മേനോനാ. ഓ, അത് വേറെയാ. ഓള് തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഭയങ്കര ചീപ്പെന്ന് വിചാരിക്കുമോ? ചീപ്പെല്ലാം തന്നെയാണ്, എന്നാലും അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. ഒന്ന് വിളിച്ചാലോ? പെമ്പിള്ളേരോടൊന്നും അങ്ങനെ സോറി പറയാൻ പാടില്ല. ടോസ് ഇട്ട് നോക്കാം. ഒന്നുമില്ലേ? ഫോണിൽ ബാലൻസ് ഉണ്ടെങ്കിൽ വിളിക്കും. വിധി പോലെ വരട്ടെ.
ഹലോ സെറി, ഒന്ന് ഐഷയ്ക്ക് കൊടുക്കുക. ഐഷ പ്രാക്ടീസിലാ വിനോദ്. ഞങ്ങളിപ്പോ ഇംതിയാസിന്റെ വീട്ടിലാ. വിനോദ ഇനി ഒന്ന് സമാധാനിക്കുക. സെറീനറിയാലോ നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത്. ഓറൊന്നിങ്ങ് എത്തട്ടെ. എടാ, ഡീസൻ്റ് ആയിട്ട് ഇടപെടാൻ ശ്രമിച്ചാണ് എനക്ക് പറ്റിയ തെറ്റ്. പിന്നാലെ നടന്ന് ഉപദ്രവിച്ചിട്ടൊന്നുമല്ലോ ഞാൻ. അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓൾ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഓൾക്ക് എന്നെ ഇഷ്ടമാണ്. ഇല്ലാത്ത ആരോഗ്യം കളഞ്ഞ് മതിലും ചാടി ഓളുടെ അടുത്തെത്തിയപ്പോൾ ടേബിളിലാകുമ്പോൾ കത്തിച്ച് വെച്ച് അട്ട നോക്കിയിരിക്കുന്നു. അപ്പം ഞാൻ കരുതി എന്നെ ആലോചിച്ചിരിക്കാന്ന്. അപ്പം എനിക്ക് തോന്നി ഓൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലാണ്ട് പിന്നെ ടേബിളിലാകുമ്പോൾ കത്തിച്ച് വെച്ചിരിക്കേണ്ട ആവശ്യം തോൾക്ക് വല്ല ഡിക്റ്റേറ്റീവിലും വായിച്ചിരിക്കും. ഒന്ന് ഐ ലവ് യു പറഞ്ഞതിന്റെ മറുപടി ഇന്ന് വരും, നാളെ വരുന്നുണ്ട്. സ്മാർട്ട് സിറ്റി വരുന്നു പറഞ്ഞോലേ. ഓ, എനിക്കൊക്കെ സുഖല്ലേ. ഒരു ഭാഗത്ത് ചിഞ്ചു, ഒരു ഭാഗത്ത് മഞ്ജു, 2 സിമ്മുള്ള ഫോണ്. ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര്. ഒരു ഇംതിഹാസ് അവന്റെ അമ്മൂമ്മയുടെ 6 പാക്കും. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 പാക്ക്? ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ 6 പാക്ക് ഉണ്ടായിട്ടാ? 2 ആഴ്ച ജിമ്മിൽ പോയാ എനക്കും വരും 6 പാക്ക്. ഇന്നറിയണം ഓൾക്ക് എന്നെയാണോ ഓനെയാണോ വേണ്ടെന്ന്. 8:30 മണിയായി. ഓള് എന്താടാ വരാത്തെ? മോനെ നേരത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓളോട് ചാടിക്കടിക്കാനും ദേഷ്യപ്പെടാനും എനിക്കെന്താണ് അവകാശമുള്ളത്? ഇതുവരെ എന്നോട് എന്തെങ്കിലും ഇഷ്ടമുള്ളതായിട്ട് ഓൾ പറയോ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആയിഷനെ പോലുള്ള ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന 100 കണക്കിന് ആമ്പിളയിൽ ഒരുത്തം മാത്രമാണ് നീ. മുസ്തഫി അബ്ദും പറഞ്ഞാണ് ശരി, നീ ഓളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പഠിപ്പിലും അറിവിലും മതത്തിലും പെരുമാറ്റത്തിലും എല്ലാം. സ്വയം തരം താഴാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വായിൽ തോന്നുന്നൊക്കെ നിനക്ക് ഓളോട് വിളിച്ചു പറയാം. അതല്ല, മാന്യതയുടെ ഒരു അംശമെങ്കിലും ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഓളോളെ പാട്ടിന് വിട്ടേക്ക്. ചേരാൻ അർഹതയുള്ളവരെ തമ്മിൽ ചേരട്ടെ.